السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു ദിക്റാണ്. ഒരു അത്ഭുതകരമായിട്ടുള്ള ദിക്റാണ്. ആ ദിക്റെങ്ങാനും ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സമയത്ത് പറയുന്ന എണ്ണത്തിൽ അതാരെങ്കിലും ആ ദിക്റിനെ പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്ന 5 നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 5 നേട്ടങ്ങൾ. ചെറിയ ദിക്റാണ്, കുഞ്ഞൻ ദിക്റാണ്. ആ ദിക്റെങ്ങാനും ഒരാൾ ദായിമാക്കി കഴിഞ്ഞാൽ, ഒരാളെങ്ങാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്ന 5 ഗുണങ്ങളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദിക്റ് ചൊല്ലാനും അമലിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നിങ്ങൾ പതിവാക്കിക്കോ. നിങ്ങൾക്ക് ലഭിക്കുന്ന 5 വലിയ നേട്ടങ്ങളാണ്. വലിയ നേട്ടങ്ങളാണ്. ദിക്റെങ്ങാനും പതിവാക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന 5 നേട്ടങ്ങൾ. നമ്മൾ വലിയ പ്രയാസത്തിലായിരിക്കും, വലിയ ബുദ്ധിമുട്ടിലാണ് നമ്മളെ ജീവിതം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ. എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ സാമ്പത്തികമായ ഇടപാടുകൾക്കും കടബാധിതനാണ് ഉസ്താദേ, കടബാധിതനാണ് തങ്ങളെ, ദുആ ചെയ്യണേ എന്ന് പറയുന്ന ആളുകളുണ്ട്. സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകാൻ, സമ്പത്തിന്റെ ഉറവിടത്തിൽ ബർക്കത്തേകാൻ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ നീ പതിവാക്ക്, നീ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലാഹു നിനക്ക് നൽകുന്ന 5 ഗുണങ്ങളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ദിക്ർ? ദിക്റിനെ പറ്റി വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പടച്ച തമ്പുരാൻ നമ്മൾ ഉണർത്തുകയാണ്. ദിക്ർ എന്നാൽ എന്താണ്? അലാ ബിദിക്രില്ലാഹി, അലാ നിങ്ങൾ അറിയണേ, ബിദിക്രില്ലാഹി അല്ലാഹുവിൻ്റെ ദിക്ർ കൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ് നിങ്ങളെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് സമാധാനം ലഭിക്കണോ, നിങ്ങളെ ഹൃദയങ്ങൾക്ക് ശാന്തത ലഭിക്കണോ, മാനസികമായ പ്രയാസങ്ങൾ നിങ്ങളെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണോ, എടുത്ത് നീക്കം ചെയ്യണോ, എന്നാൽ നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോ. നിങ്ങളെ ഹൃദയങ്ങൾക്ക് സമാധാനവും സാന്ത്വനവും ലഭിക്കാൻ നിങ്ങൾ ദിക്ർ ചൊല്ലണേ, ദിക്ർ ചൊല്ലണേ എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു തന്നെ നമ്മൾ ഉണർത്തുകയാണ്. ദിക്ർ കൊണ്ട് മാത്രമേ, അല്ലാഹുവിൻ്റെ ദിക്ർ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഹൃദയങ്ങളിൽ സമാധാനം ലഭിക്കുകയുള്ളൂ.
നമ്മൾ ചൊല്ലുക നമുക്ക് സമാധാനം ലഭിക്കണോ? എന്ത് പ്രയാസങ്ങൾക്ക്, നമ്മളെല്ലാ പ്രയാസങ്ങൾക്കും നിങ്ങൾക്ക് വലിയ സമാധാനം നിങ്ങൾക്ക് ലഭിക്കണോ ജീവിതത്തിൽ? അതാണ് തെളിവാണിത്. തെളിവ് എവിടെ ഉസ്താദേ എന്ന് ചോദിക്കുന്നവർക്കാണ് തെളിവ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് നിങ്ങളെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോ. ഇതാണ് ദിക്റിന്റെ മഹത്വം. പടച്ച തമ്പുരാൻ തന്നെ നമ്മൾ ഉണർത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദിക്ർ നിങ്ങൾ പതിവാക്കണേ. ഈ ചെറിയ ദിക്ർ നിങ്ങൾ പതിവാക്ക്, ദായിമാക്ക്. നിങ്ങളെല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് വലിയ പരിഹാരമാണ്. ദിക്ർ. എന്താണ് ആ ദിക്ർ? എന്താണ് ദിക്റിന്റെ മഹത്വം? എന്താണ് ദിക്ർ? എന്താണ് ഈ അമല്? എന്താണ് ഈ ദിക്ർ? അതിന്റെ മഹത്വം എന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇനി ഇൻഷാ അല്ലാഹ് കൺസൾട്ടിങ്ങിനുള്ള തീയതി ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ഇൻഷാ അല്ലാഹ് കൺസൾട്ടിങ് നോട്ടമുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നോട്ടമുള്ളത് വരുന്ന തിങ്കളാഴ്ചയാണ്. 2-ാം തീയതി തിങ്കളാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് ഇനി നോട്ടമുള്ളത്. അത് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഉണർത്തിയിരുന്നു, ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ആവശ്യാർത്ഥം അബൂദാബിയിലേക്ക് ഇൻഷാ അല്ലാഹ് പോവുകയാണ്. ഒരു 7 ദിവസം ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടാകും, അബൂദാബിയിൽ ഉണ്ടാകും. UAE-യിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ, ഈ വാട്സപ്പ് നമ്പർ കൊടുത്ത ഈ നമ്പറിൽ ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് കാണാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി 2-ാം തീയതിയാണ് ഇൻഷാ അല്ലാഹ് കൺസൾട്ടിങ് ഉള്ളത്. ബുക്ക് ചെയ്ത് വഴി ചോദിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്. പല ഭാഗങ്ങളിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, കർണാടക, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾ, അവർക്കൊക്കെ പറയാനുള്ളത് നീറുന്ന പ്രയാസങ്ങളാണ്, നീറുന്ന വേവലാതികളാണ്, ബുദ്ധിമുട്ടുകളാണ്, ഇടങ്ങേറുകളാണ്, സങ്കട കണ്ണീരുകളാണ്. ഈ ഇമ്മരപ്പടിയിൽ വന്ന് പറയുന്ന ആളുകൾ, ഇവർക്കൊക്കെ പറയാനുള്ളത് ഇത്തരം ദുരിതങ്ങളാണ്. തങ്ങളെ ഇതിനൊരു പരിഹാരം തങ്ങൾ പറഞ്ഞു തരണം. ഖുർആനികപരമായിട്ടുള്ള പരിഹാരം തങ്ങൾ പറഞ്ഞു തരണം. ഇൻഷാ അല്ലാഹ് നമ്മളത് പറഞ്ഞു കൊടുക്കുകയും വലിയ അത്ഭുതമെന്നോണം അതവർക്ക് സഫലീകരിക്കുകയുടെ കാര്യങ്ങൾ നിറവേറുകയും സഫലീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ മഹത്വമല്ല, ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ട് തീരത്തെറിഞ്ഞ മഹാനായ കുതുബ് ബാഹസൻ ജമലുൽ പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. ഇവിടുത്തെ ഓരോ അമല് പറയുന്നത് ഉപ്പാപ്പയുടെ സമ്മതപ്രകാരമാണ്, അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ്. ഇൻഷാ അല്ലാഹ് ഓരോ മജ്ലിസും, ഇവിടുത്തെ ഓരോ മജ്ലിസ് നടന്നു പോകുന്നത്. അല്ലാഹുവേ കാവലേഖണേ അല്ലാഹു അവിടുത്തെ ദറജ നീ ഏറ്റി നൽകണേ ഏറ്റി ഉയർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നത്, ഇത്ര ദിവസം ഇൻഷാ അല്ലാഹ് മജ്ലിസ് ഒന്നും കണ്ടില്ലല്ലോ, തങ്ങളെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ. ചെറിയ തിരക്കുകളും ചെറിയ ചുറ്റുപാട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും പ്രോഗ്രാമില്ലാത്ത, മറ്റുള്ള ദൂരപ്രദേശങ്ങളിൽ പ്രോഗ്രാമില്ലാത്ത എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഒഴിവിനനുസരിച്ച് മജ്ലിസ് ഇടാറുണ്ട്, ഓരോരോ അമലുകൾ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പറയുന്നത് ചെറിയ അമലാണ്, വലിയ അത്ഭുതങ്ങളുള്ള ചെറിയ അമലാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കാണുന്ന ആളുകൾ സാധാരണക്കാരാണ്. ധാരാളം ആളുകൾ വിളിച്ചു പറയാറുണ്ട് വലിയ
അമലുകൾ പറയുന്ന സമയത്ത് ഇതെവിടെ ഉണ്ടാവുക തങ്ങളെ? ഞങ്ങളെ വീഡിയോ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കിതിനെ പറ്റി ഫോണിനെ പറ്റി വലിയ അറിവില്ലാത്തത് കൊണ്ട് തങ്ങളെ വലിയ അറിവില്ല. മോൻ വാങ്ങിത്തന്നതാണ്. വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ മജ്ലിസ് ഓരോ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളെ പോലുള്ള ആളുകൾ ഇടുന്ന മജ്ലിസുകൾ കാണാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് മോൻ അവിടുന്ന് കൊടുത്തയച്ചതാണ് തങ്ങളെ. തങ്ങളുപ്പ ഇതിനെപ്പറ്റി വലിയ അറിവില്ല, അത് കാണുമ്പോൾ ആ എഴുത്തൊക്കെ മാഞ്ഞു പോവാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ചെറിയ അമലാണ്, ചെറിയ അമല്, വലുതായിട്ടൊന്നുമില്ല, ചെറിയ അമലാണ്. ഇൻഷാ അല്ലാഹ് എന്താണ് അമല്? അമലിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാം, അമലിലേക്ക് കടക്കാം. മഹാനായ ഇമാം യാഫിഉ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബായ ദുർറുൻ നളീർ എന്ന കിതാബിൽ ഈ ദിക്റിനെ കൊണ്ടുവന്നതായിട്ട് കാണാം. അതിന്റെ മഹത്വങ്ങളും പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ദുർറുൻ നളീർ എന്ന കിതാബ് എടുത്ത് നോക്കിയാൽ അതിന്റെ മഹത്വങ്ങൾ ഈ ദിക്റിനെ യാഫിഉ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ വലിയ മഹത്വങ്ങളും യാഫിഉ റളിയല്ലാഹു തആല അൻഹു ആ കിതാബിൽ തന്നെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ആ അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കിതാബിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് അമൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മൻ കാന ഫീ കുല്ലി യൗമിൻ മിഅത മറ ഇസ്തഫ്ത അബ്വാബ റിസ്ഖ്. ഒന്നാമത്തെ മഹത്വമാണ് മൻ കാന ഫീ കുല്ലി യൗമിൻ മിഅത മറ ഇസ്തഫ്ത അബ്വാബ റിസ്ഖ്. എന്താണ്? രാവിലെ എങ്ങാനും ഒരാൾ രാവിലെ സുബ്ഹി നിസ്കരിച്ചുകൊണ്ട് ആ മുസല്ലയിൽ വെച്ച് രാവിലെ സമയത്ത് ആരെങ്കിലും ഈ ദിക്റിനെ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ മേലിൽ അല്ലാഹു റിസ്ഖിന്റെ കവാടം അല്ലാഹു തുറക്കപ്പെടും. ആരെങ്കിലും ഈ ദിക്റിനെ 100 പ്രാവശ്യം രാവിലെ സുബ്ഹി നിസ്കരിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ മേലിൽ അല്ലാഹു റിസ്ഖിന്റെ കവാടം അല്ലാഹു തുറക്കപ്പെടും. പിന്നെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവൂല. റിസ്ഖിന്റെ വിഷയത്തില് റിസ്ഖ് അല്ലാഹു തുറക്കപ്പെടും. നിന്റെ ഭക്ഷണം അല്ലാഹു മുട്ടിക്കൂല. എവിടെയും നിന്റെ റിസ്ഖ് അല്ലാഹു മുട്ടിക്കൂല. ജോലിയിലെ പ്രയാസങ്ങൾ ഉണ്ടാവൂല. മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിത്തരും. അല്ലാഹു റിസ്ഖിന്റെ കവാടം അല്ലാഹു നിന്റെ മേൽ അല്ലാഹു തുറക്കപ്പെടും 100 പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ. മഹാനായ യാഫിഉ റളിയല്ലാഹു തആല അൻഹു ദുർറുൻ നളീർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. മൻ കാല കുല്ല യൗമിൻ മിഅത മറ ഇസ്തഫ്ത അബ്വാബ റിസ്ഖ്. അവന്റെ മേലിൽ അല്ലാഹു അബ്വാബ റിസ്ഖ്, റിസ്ഖിന്റെ കവാടം അല്ലാഹു തുറക്കപ്പെടും. എന്താല്ലേ അല്ലാഹു 100 പ്രാവശ്യം രാവിലെ ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ അവൻക്ക് ബുദ്ധിമുട്ടുണ്ടാവൂല. അവന്റെ റിസ്ഖിന്റെ കവാടം അല്ലാഹു കൊട്ടിയടക്കൂല, അല്ലാഹു തുറക്കും. ഭക്ഷണത്തിന് മറ്റെല്ലാ പ്രയാസങ്ങൾക്കും പിന്നെ എനിക്ക് പ്രയാസം ഉണ്ടാവൂല. നിന്റെ ഭർത്താവിന്റെ ജോലിയിലെ പ്രയാസം അല്ലാഹു മാറ്റിത്തരും. അവിടെയും അല്ലാഹു നിന്റെ റിസ്ഖ് മുട്ടിക്കൂല. ഇൻഷാ അല്ലാഹ് അത് ചൊല്ലിക്കോ. രണ്ടാമതായിട്ട് മഹാനായ യാഫിഉ റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബായ ദുർറുൻ നളീർ എന്ന കിതാബിൽ ഈ ദിക്റിനെ പറ്റി പറഞ്ഞതായിട്ട് രണ്ടാമതായിട്ട് തന്റെ മഹത്വം പറഞ്ഞതായിട്ട് കാണാം. അവന്റെ മേൽ അല്ലാഹു സ്വർഗ്ഗ കവാടങ്ങൾ അല്ലാഹു തുറക്കപ്പെടും. അവന്റെ മേൽ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ കവാടം അല്ലാഹു തുറക്കപ്പെടുമെന്ന് മഹാനായ യാഫിഉ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബായ ദുർറുൻ നളീറിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഈ ദിക്റിനെ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ മേലിൽ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറക്കപ്പെടും. പിന്നെ നരകം അവനക്ക് ഹറാമാക്കും. അല്ലാഹു നരകത്തെ തൊട്ട് അല്ലാഹു അവനെ മോചിതനാക്കും. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? സ്വർഗത്തിന്റെ കവാടം അല്ലാഹു തുറക്കപ്പെടും. ഈ ചെറിയൊരു ദിക്റിന്റെ വലിയ മഹത്വങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇത് മഹാനായ യാഫിഉ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്. വലിയ മഹത്വങ്ങളാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് സ്വർഗത്തിന്റെ കവാടം അല്ലാഹു തുറക്കപ്പെടും. പിന്നെ
പിന്നെ അവന്റെ മേലിൽ അല്ലാഹു നരകത്തെ ഹറാമാക്കും. പിന്നെ നരകം അവന്റെ ശരീരത്തെ തൊടൂല. എത്ര വലിയ മഹത്വമുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നാവിലൂടെ നിന്റെ നാവിലൂടെ പല സംസാരങ്ങൾ പറയുന്ന നാവിലൂടെ, വലിയ ഫിത്നകൾ പറയുന്ന നാവിലൂടെ ഇൻഷാ അല്ലാഹ് ഈ നല്ല നല്ല കാര്യത്തെ നീ ദായിമാക്ക്. എന്തിനാണ് മറ്റുള്ളവന്റെ മേലിൽ വലിയ അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നരകം നീ ചോദിച്ചു വാങ്ങുന്നത്? നരകം നീ ചോദിച്ചു വാങ്ങുന്നത് എന്തിനാണ്? ആരെപ്പറ്റിയും നീ കുറ്റം പറയാൻ പോകണ്ട. ആരെപ്പറ്റിയും നിനക്കറിയാത്തൊരു ഫിത്ന നീ ഉണ്ടാക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള അമലിനെ നീ പതിവാക്ക്. നിന്റെ നാവിലൂടെ ഉരവിട് ഇൻഷാ അല്ലാഹ്. ഈ ദിക്ർ ഉരവിട്, ഈ ദിക്ർ നീ ഉരവിട് നാവിലൂടെ. ഇൻഷാ അല്ലാഹ് വലിയ നേട്ടങ്ങൾ. മൂന്നാമതായിട്ട് മഹാനായ യാഫീഇ റളിയല്ലാഹു തആല അൻഹു ഈ ദിക്റിനെ പറ്റി അവിടുത്തെ കിതാബായ ദുറുൻ നളീർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞെടുത്ത് മൂന്നാമതായിട്ട് പറഞ്ഞതായി കാണാം. അവന്റെ ഖബറിലെ ഫിത്നകളിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കും. അല്ലാഹു അവന്റെ ഖബറിലെ ഫിത്നകളിൽ നിന്ന് അല്ലാഹു അവനക്ക് വലിയ സംരക്ഷണമേകും. എന്താണ് ഖബർ? എന്നാൽ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഇതാണ് ഖബർ. എന്താണ് ഖബർ? അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ. അവിടെ നമുക്ക് രക്ഷപ്പെടണം. ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഭവനമാണോ ഖബർ. അവിടെ നമുക്ക് രക്ഷയേക്കണം. അതല്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പോലും ഖബർ കണ്ടിട്ട് വലിയതായി പൊട്ടിക്കരഞ്ഞു. വലിയതായിട്ട് വിതുമ്പി ഇങ്ങനെ കരയാ. ഒപ്പമുള്ളവർ ചോദിച്ചു, ഉസ്മാൻ തങ്ങളെ നിങ്ങൾ എന്തിനാണ് ഖബർ കണ്ടിട്ട് ഇത്ര വലിയതായിട്ട് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അവരോടെന്താണ് പറഞ്ഞത്? ഖബറിൽ നമ്മൾ ഒറ്റക്കാണടോ. എൻ്റെ കൂടെ മഹ്ശറയിൽ ധാരാളം ആളുകൾ ഉണ്ടാകും. നരകത്തിലും എൻ്റെ കൂടെ ആളുകൾ ഉണ്ടാകും. ഖബറിൽ ഞാൻ ഒറ്റക്കാണടോ. വലിയ പേടിപ്പെടുത്തുന്ന ഭീകരമായ ഒരവസ്ഥയാണോ ഖബർ. അവിടെ നമുക്ക് രക്ഷയുണ്ടാവണമെങ്കിൽ ഈ ദിക്റിനെ നീ പതിവാക്ക്. നമുക്ക് ജീവിച്ച് നീങ്ങിയാ പോരല്ലോ, ജീവിച്ച് മുന്നേറിയാ പോരല്ലോ. ഖബർ എന്ന ആ മണ്ണറ ഇൻഷാ അല്ലാഹ് മണിയറയാകണം. നമുക്ക് മണിയറാകണം. അവിടെ സുഖം വേണം. തേളും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. അതാണ് ഖബറിനെ പറ്റി. അതാണ് ഖബർ. ദഅവ ഉസ്താദ് ഖബറിനെ പറ്റി പാടിയ ബൈത്താണിത്. അതാണ് വലിയ സംരക്ഷണം അവിടെ ഏകണം. തേളും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ. തേളും പുഴുക്കളുണ്ടാകും. നിന്റെ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരം അടത്തുമ്പോൾ അവരത് തിന്നുന്നതിൽ സമരത്തിലാണ്, പരസ്പരം തിന്നുന്നതിൽ. അവിടെ നമുക്ക് രക്ഷ വേണ്ടേ? ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ നീ പതിവാക്ക്. അവിടെ രക്ഷ വേണമെങ്കിൽ ഈ ദിക്റിനെ നീ കൊണ്ടുവാ. നാലാമതായിട്ട് മഹാനായ യാഫീഇ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബായ ദുറുൻ നളീർ എന്ന കിതാബിൽ ഈ ദിക്റിന്റെ മഹത്വങ്ങൾ പറഞ്ഞെടുത്ത് നാലാമതായിട്ട് പറഞ്ഞത് അല്ലാഹു ദുനിയാവിലേക്ക് അടുപ്പിച്ചു തരും. ദുനിയാവിലേക്ക് അല്ലാഹു അടുപ്പിച്ചു തരും. ആരത് മുടക്കിയാലും അല്ലാഹു നിനക്ക് അടുപ്പിച്ചു തരും.
നിന്റെ സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു നിനക്ക് വിശാലതയേകും. ദുനിയാവ് അല്ലാഹു നിന്നിലേക്ക് അടുപ്പിച്ചു തരും, വലിയ സമ്പന്നനാക്കും. വലിയ സമ്പത്തൊന്നും നമുക്ക് വേണ്ട, ഉള്ളത് കൊണ്ട് മനസ്സമാധാനമായിട്ട് ജീവിക്കണം. കടങ്ങളില്ലാതെ റാഹത്തായിട്ട് മറ്റുള്ളവന്റെ മുന്നിൽ കൈ നീട്ടി യാചിക്കാതെ രൂപത്തിൽ റാഹത്തായി മാനക്കേടില്ലാതെ ജീവിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെ പതിവാക്ക്, അല്ലാഹു ദുനിയാവിനിലേക്ക് അടുപ്പിച്ചു തരുമെന്ന് മഹാനായ യാഫി റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ചെറിയ ദിക്റാണ്, വലിയ മഹത്വമാണ്. ഇൻഷാ അല്ലാഹ് ഇതൊരിക്കലും നീ പായാക്കണ്ട. ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്ക്. ചെറിയ കുഞ്ഞൻ ദിക്റാണ്. എന്താണ് വലിയ വലിയ നേട്ടങ്ങളാണ് അല്ലാഹു നിനക്ക് നൽകുന്നത്. ദുനിയാവിന് അല്ലാഹു അടുപ്പിക്കും. ഖബറിലെ ഫിത്നകളെ തൊട്ട് അല്ലാഹു നിനക്ക് കാവലേകും. പിന്നെയോ സ്വർഗ കവാടങ്ങൾ നിന്റെ മേൽ തുറക്കപ്പെടും. റിസ്കിന്റെ കവാടം അല്ലാഹു തുറന്നിട്ട് തരും. വലിയ മഹത്വങ്ങളാണ് ഈ ദിക്റെങ്ങാനും ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അവൻക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളാണ്. ഇൻഷാ അല്ലാഹ് മഹാനായ യാഫി റളിയല്ലാഹു തആല അൻഹു അവസാനമായിട്ട് അഞ്ചാമതായിട്ട് ഈ ദിക്റിന്റെ മഹത്വം പറഞ്ഞെടുത്ത് പറയുന്നത്, വയുഖ്ലുഖുല്ലാഹു ബികുല്ലി കലിമത്തിൻ മലക്കൻ യുസബ്ബിഹുല്ലാഹ്. അഞ്ചാമതായിട്ട് മഹാനായ യാഫി റളിയല്ലാഹു തആല അൻഹു ഈ ദിക്റിനെ പറ്റി പറഞ്ഞ മഹത്വങ്ങൾ പറഞ്ഞ എടുത്ത് അഞ്ചാമതായിട്ട് പറയുന്നത്, അല്ലാഹു നീ ഓരോ തവണ ഈ ദിക്ർ ചൊല്ലുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരോ മലക്കിനെ അല്ലാഹു നിന്റെ മേൽ സൃഷ്ടിക്കപ്പെടും. ഓരോരോ മലക്കിനെ സൃഷ്ടിക്കപ്പെടും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഓരോരോ മലക്കിനെ അല്ലാഹു സൃഷ്ടിക്കേ, അത് നടക്കോ? ഇൻഷാ അല്ലാഹ് ഇത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയ പടച്ച റബ്ബിനെന്തിനാടോ ഒരു മലക്കിനെ സൃഷ്ടിക്കാൻ പണി? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ദുനിയാവിലെ സകലമാന വസ്തുക്കളും സൃഷ്ടിച്ച അല്ലാഹുവിനെന്താണോ നമ്മൾ കൺകൊണ്ട് കാണുന്ന ഇത്തരം കാര്യങ്ങള് ഈ ദുനിയാവ് മൊത്തം ഉണ്ടാക്കിയ പടച്ചവൻ എന്തിനാടോ ഒരു മലക്കിന് ഈ ഓരോരോ ദിക്ർ ചെല്ലുമ്പോഴും ഓരോരോ മലക്കിനെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് പണിയുണ്ടോ? ഇല്ല, ഒരു പണിയില്ല. ഇൻഷാ അല്ലാഹ് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതിന്റെ മുമ്പ് തന്നെ പറഞ്ഞത്, വലിയ മഹത്വങ്ങളാണ് ഇൻഷാ അല്ലാഹ് ദിക്ർ. അതുകൊണ്ടാണ് ഈ സയ്യിദിയം മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് പറയുന്നത്, നീ ദായിമാക്കിക്കോ, പതിവാക്കിക്കോ. വലിയ പ്രയാസത്തിലാണ് നമ്മൾ എല്ലാവരും വീഡിയോ കാണുന്നത്. അല്ലാഹുവേ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ മാറ്റി ഞങ്ങൾക്ക് റാഹത്തേക്കണേ അല്ലാ, നീ റാഹത്തേക്കണേ അല്ലാ, നീ സംരക്ഷണമേക്കണേ തമ്പുരാനെ. ആ മലക്ക് ചെയ്യുന്ന പണി എന്താണ്? അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. നമ്മൾ ചൊല്ലിയതിന്റെ കാരണത്താൽ അല്ലാഹു സൃഷ്ടിച്ച മലക്കാണ്. ആ മലക്കിന്റെ പണി അല്ലാഹുവിന് വലിയതായിട്ട് തസ്ബീഹ് ചൊല്ലുക. അതിന്റെ കൂലി എവിടുക്ക വരിക? നമ്മൾ കാരണമാണ് ആ മലക്കിനെ അല്ലാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് അത് നമ്മൾ കാരണമാണ് ആ മലക്കിനെ അല്ലാഹു സൃഷ്ടിക്കുന്നത്. ആ മലക്ക് ചെയ്യുന്ന തസ്ബീഹ് നമ്മളെ അക്കൗണ്ടിലേക്കാണ് അതിന്റെ പ്രതിഫലം വന്നു ചേരുക. എത്ര വലിയ മഹത്വമുള്ള, വലിയ അത്ഭുതമുള്ള ഈ ഇൻഷാ അല്ലാഹ് ഈ ദിക്റിനെയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കേണ്ടത്. എന്താണ് ആ ദിക്ർ? ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം, നമുക്ക് പതിവാക്കാം. എന്താണ് മഹാനായ യാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബായ ദുറുൻ നദീർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായ ആ ദിക്ർ എന്താണ്? ആ ഇസ്മ എന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് പതിവാക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹഖുൽ മുബീൻ. ഇൻഷാ അല്ലാഹ് ഈ ദിക്റാണ്, ഈ സ്ക്രീനിൽ കാണുന്ന ഈ ദിക്റാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, ജീവിതത്തിൽ ദായിമാക്കേണ്ടത്.
ഇൻഷാ അല്ലാഹ് നിങ്ങളെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളെങ്ങാനും ഈ അമലിനെ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന 5 നേട്ടങ്ങളാണ്. നിങ്ങളുടെ മേലിൽ അല്ലാഹു റിസ്കിന്റെ കവാടം അല്ലാഹു തുറന്നിട്ട് തരും. സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാലതയേകും. പിന്നെയോ പിന്നെ എന്താണ്? ഖബറിന്റെ ഫിത്നയിൽ തൊട്ട് അല്ലാഹു സംരക്ഷണമേകും, അല്ലാഹു കാവലേകും. പിന്നെയോ തീർന്നില്ല, ദുനിയാവിന് നിന്നിലേക്ക് അല്ലാഹു അടുപ്പിക്കും. പിന്നെയോ നീയെങ്ങാനും ഈ ദിക്റെങ്ങാനും ചൊല്ലിക്കഴിഞ്ഞാൽ ഓരോരോ ദിക്റിനും അല്ലാഹു ഓരോരോ മലക്കിന് അല്ലാഹു സൃഷ്ടിക്കും. ആ മലക്കെങ്ങാനും ആ മലക്ക് ചെല്ലുന്ന ഓരോരോ തസ്ബീഹ് അതിന്റെ പ്രതിഫലം നിന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു ഇട്ട് തരുമെന്ന് മഹാനായ യാഫിഅ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബായ ദുർറുൻ നളീർ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഈ മജ്ലിസിൽ നിന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കിത് ചൊല്ലാം. ഒരു 11 പ്രാവശ്യം നമുക്കിന്ന് ഇവിടുന്ന് ഇജാസത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്കിത് തുടക്കം കുറിക്കാം ഇൻഷാ അല്ലാഹ്. ഈ മജ്ലിസ്, ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലുക. എല്ലാവരും എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരു 11 പ്രാവശ്യം എൻ്റെ കൂടെ ചൊല്ല്, എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല് ഇൻഷാ അല്ലാഹ്. ഈ പറയുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. കടം കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിരിക്കുകയാണ്. അല്ലാഹു ദുനിയാവിലേക്ക് അടുപ്പിച്ചു തരും, വലിയ സമ്പന്നനാക്കും. കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു തുറന്നിട്ട് തരും. പിന്നെ റിസ്കിന്റെ കവാടം അല്ലാഹു തുറക്കും. ഇൻഷാ അല്ലാഹ് റിസ്ക് എവിടെ മുട്ടൂല. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ല്. എന്താണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു 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 മലിക്കുൽ ഹഖുൽ മുബീൻ. ഇൻഷാ അല്ലാഹ് ഈ ചെറിയ അമലിനെയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദായിമാക്കേണ്ടത്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഒരു ഇടങ്ങേറും പിന്നെ നിന്നെ തേടി വരൂല. നിന്റെ സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാലമേകും. നീ അനുഭവിക്കുന്ന എല്ലാ ഇടങ്ങേറുകൾക്കും വലിയ കാവലാണ് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ. ഇൻഷാ അല്ലാഹ് നീ എങ്ങാനും മരണപ്പെട്ട് ഖബറിലെത്തി കഴിഞ്ഞാൽ അവിടുത്തെ ഫിത്നയിൽ നിന്ന് അല്ലാഹു വലിയ കാവലേകും. ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഇസ്മുൽ ആദമിൽപ്പെട്ട വലിയ നാമമാണ്. ഇസ്മുൽ ആദമും കൂടെയുള്ള വലിയ നാമമാണ് ഇൻഷാ അല്ലാഹ് ദിക്ർ. ഈ ദിക്റിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദായിമാക്കുക. അല്ലാഹു എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹ് ഞങ്ങൾക്ക് നീ കാവലേഖണേ അല്ലാഹ്. ഈ മജ്ലിസിൽ നിന്നാണ്, ഈ സയ്യിദിയ മജ്ലിസിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഇടങ്ങേറുകളും അല്ലാഹ് ഞങ്ങൾക്ക് നീ മാറ്റി ഞങ്ങൾക്ക് സലാമത്തേക്കണേ അല്ലാഹ്. ധാരാളം ഈ സയ്യിദിയം കുടുംബം അല്ലാഹുവേ നീ കാവലേക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ആളുകളുണ്ട്, ഇടുന്നതിനനുസരിച്ച് കാണുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ എല്ലാ ഇടങ്ങേറുകളും അല്ലാഹുവേ അവർക്ക് അല്ലാഹുവേ നീ സംരക്ഷണമേകണേ അല്ലാഹ്. എല്ലാ ഇടങ്ങേറുകളും അല്ലാഹ് നീ മാറ്റി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. സ്ഥിരമായി കാണുന്നവരാണ് അല്ലാഹ്, സ്ഥിരമായി കാണുന്നവർക്ക് അല്ലാഹുവേ പ്രയാസം നീ നൽകല്ലേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ജമലുൽ ഉപ്പാപ്പയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കാണുന്നവർക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ
മുറാദുകൾ നൽകല്ലേ അല്ലോ, ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലോ, എല്ലാ ബലാകളെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷണമേകണേ അല്ലോ. ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു അവരുടെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലോ, നീ ഹാസിലാക്കണേ അല്ലോ, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ കാവലേക്കണേ അല്ലോ. നിങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ കുഴക്കല്ലേ അല്ലോ, നീ തളർത്തല്ലേ അല്ലോ, നീ തളർത്തല്ലേ തമ്പുരാനെ. തങ്ങളെ എന്നും ഞാൻ മജ്ലിസ് കാണുന്ന ആളാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലോ. അവർ എന്ത് ബുദ്ധിമുട്ടാണോ, എന്ത് ഇടങ്ങേറിലാണോ അല്ലോ, അല്ലാഹു ഇവർക്ക് കാവലേക്കണേ അല്ലോ, കാവലേക്കണേ അല്ലോ, നിന്റെ സംരക്ഷണമേഖണേ അല്ലോ. ഈ സയ്യിദിയൻ കുടുംബത്തിൽ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലോ, രോഗശമനമേഖണേ അല്ലോ. പരിപൂർണ്ണ കാമിലായ ആജിലായ ശിഫ നൽകണേ അല്ലോ, നീ നൽകണേ അല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലോ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണേ അല്ലോ, നീ സ്നേഹിക്കണേ അല്ലോ. അവർക്ക് കാവലേഖണേ അല്ലോ, അവർക്ക് സംരക്ഷണമേഖണേ അല്ലോ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലോ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ, നീ നൽകണേ അല്ലോ, നീ നൽകണേ അല്ലോ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലോ, ഹറാമാക്കണേ അല്ലോ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.